ഇവിടെ ഒരു പെണ്ണ് വർഷങ്ങൾക്ക് ശേഷം തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അന്വേഷിച്ചു വരുന്നു. അവർ രണ്ടുപേരും വേറെ റിലേഷനിലൊന്നും പെടാതെ പരസ്പരം കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാതെ ഒരു ആക്സിഡന്റിൽ അവൻ മരിക്കുന്നു. അവൾ തന്റെ കാമുകന്റെ ക്ലോണിന് ജന്മം നൽകാൻ തീരുമാനിക്കുന്നു. അതിനായി അവന്റെ പാരന്റ്സിന്റെ അനുവാദത്തോടെ ഹോസ്പിറ്റലിൽ പോയി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുന്നു. അവൻ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും കാണാൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ പോലെ തന്നെയാണുള്ളത്. ഒരു ദിവസം അവന്റെ റൂമിലേക്ക് വന്നവൾ അവന്റെ ഒപ്പം ഒരു പെൺകുട്ടിയെയും കാണുന്നു. അവനത് തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറയുന്നു. അവൾക്ക് ആ പെൺകുട്ടിയോട് അസൂയ തോന്നുന്നു. കാരണം അവൾ സ്വന്തം ബോയ് ഫ്രണ്ടിന് തന്നെയാണ് ജന്മം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അവരുടെ ലൈഫിലേക്ക് വരുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. ബോയ് ഫ്രണ്ടിന്റെ പാരന്റ്സിനെ പോലും കാണിക്കാതെയാണ് അവനെ വളർത്തിയത്. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു ദിവസം ബോയ് ഫ്രണ്ടിന്റെ അമ്മ അവിടേക്ക് വരുന്നു. അത് കണ്ട അവൻ അവളോട് അത് ആരാണെന്ന് ചോദിക്കുന്നു. പക്ഷെ അവൾ കുറച്ച് ഫോട്ടോസ് മാത്രം അവന് കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോസ് കണ്ടവൻ ഇതിൽ ആരാണ് തന്റെ അമ്മയെന്ന് കൺഫ്യൂസ് ആവുന്നു. അവൻ അവളോട് വളരെയധികം ദേഷ്യത്തോടെ നിങ്ങൾ എന്റെ ആരാണ്, എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ നീ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് കൺഫ്യൂസ് ആയവൻ അവളെ ഉപേക്ഷിച്ചു പോകുന്നു.